റോമൻസ് 3:26. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അവിടുന്ന് തന്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തന്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനാണ് ഇപ്രകാരം ചെയ്തത്. യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ്. He is a just and the justifier of those who have faith in Jesus Christ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ജസ്റ്റും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് നീതീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവനുള്ള വിശ്വാസം വഴി മാത്രമേ പറ്റുകയുള്ളൂ. അവൻ ചിന്തിയ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാതെ എന്റെ നീതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പോവുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ ഐസ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചു കേട്ടല്ലോ, 64-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ നമ്മളുടെ നീതി മാലിന്യമായ വസ്ത്രം പോലെയാണ്. ഇറ്റ് ഈസ് ലൈക്ക് ഫിൽത്തി റാഗ്സ്. അപ്പോൾ എനിക്ക് എന്റെ നീതിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ പറ്റുകയില്ല. പക്ഷേ യേശു ക്രിസ്തുവിന്റെ നീതിയിൽ തീർച്ചയായിട്ടും പറ്റും. കാരണം എന്താണ്? 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 21-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, പാപം അറിയാത്തവനെ അവൻ പാപമാക്കി. എന്തുകൊണ്ട്? സോ ദാറ്റ് വി മൈറ്റ് ബിക്കം ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ് ഇൻ ഹിം. ഒന്ന് വായിച്ചു 2 കൊരിന്ത്യർ 5:21. അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. ദൈവത്തിന്റെ നീതിയാകാതെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ പറ്റുകയില്ല. പാപം അറിയാത്തവനെ, അതുകൊണ്ട് അവനിൽ നമ്മളെല്ലാവരും ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് പാപം അറിയാത്തവനായ യേശുവിനെ ദൈവം നമുക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി പാപം. അങ്ങനെ ആ നിയമം ആവശ്യപ്പെടുന്ന ആ പാപപരിഹാര ബലി നടക്കുകയും അങ്ങനെ എന്നെ നീതീകരിക്കപ്പെടുത്തുകയും ചെയ്തു. ദൈവത്തിന്റെ വചനം പറഞ്ഞത് He is just and the justifier. പക്ഷെ ഈ ജസ്റ്റിഫയറിന്റെയും ചെയ്ത ആ പ്രവൃത്തിയുടെ അതിൽ നിന്ന് നമുക്കൊരു ഗുണം അല്ലെങ്കിൽ ഒരു ഉപകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ പറയുന്നത് സംഭവിക്കണം. Those who have faith in Jesus Christ. യേശു ക്രിസ്തുവിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഈ നീതീകരിക്കപ്പെടുകയുള്ളൂ പ്രിയപ്പെട്ടു. അല്ലാതെ നമ്മളുടെ വിശ്വാസത്തിൽ അല്ല, നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലോ നിയമം അനുസരിച്ചതിന്റെ അടിസ്ഥാനത്തിലോ അല്ല. പക്ഷെ നീതീകരിക്കപ്പെടുന്നത് ഒരേ ഒരു കാര്യം, അത് നിങ്ങൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട വേറെ ഇതാണ്, അങ്ങനെ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്കറിയാം ദൈവത്തിന്റെ യോഹന്നാൻ സുവിശേഷം 12-ാമത്തെ അധ്യായം 26-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ കൂടെയാകുമെന്നുള്ളത്. കാരണം ദൈവം നീതീകരിച്ചു കഴിയുമ്പോൾ ഞാൻ ഇനി മുതൽ കുറ്റവാളി അല്ല, ഐ ആം ഡിക്ലെയർഡ് നോട്ട് ഗിൽറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ദൈവത്തിന്റെ ആ സന്തോഷത്തിലേക്ക് എനിക്ക് പ്രവേശിക്കുവാൻ പറ്റും. ഒന്ന് വായിച്ചേ യോഹന്നാൻ 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവും ബഹുമാനിക്കും. ഞാൻ എങ്ങനെയാ ദൈവത്തിന് മിനിസ്റ്റർ ചെയ്യുന്നത്? ഞാൻ ദൈവത്തിന് ശുശ്രൂഷിക്കുന്നത് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്. When I worship, when I serve. നമുക്കറിയാം ദൈവത്തിന്റെ വചനം പുറപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നത്, മോശ ഫെറോയോട് പോയി ചോദിച്ചെന്താണ്, മൈ പീപ്പിൾ മൈറ്റ് സെർവ് ഗോഡ് ഇൻ ദ ഡെസേർട്ട്, ഇൻ ദ വിൽഡർനെസ്. സെർവ് എന്ന് പറയുന്നത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ, ആരാധനയാണ്. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തോട് നന്ദി പറയും. അങ്ങനെ ചെയ്യുന്നവൻ ദൈവത്തിന്റെ കൂടെയായിരിക്കും. മാത്രമല്ല പിതാവ് അവനെ ബഹുമാനിക്കും. നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ വചനത്തിൽ എന്തുമാത്രം വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങളുടെ ആ സത്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി ഇല്ലാതെ, ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കണം, ഈ വചനത്തിന് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കണം, ഈ വചനത്തിന് കൊടുക്കേണ്ട ലവ് ആൻഡ് റെസ്പെക്ട് ആൻഡ് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്താ പറയേണ്ടതെന്ന്. ഈ വചനം എൻ്റെ ജീവിതത്തിലെ എല്ലാം ആകണം. അങ്ങനെ ആകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്നിൽ ഉണ്ടാകുകയും അങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന വചനത്തിൽ ഉള്ള വാഗ്ദാനങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരികയും അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കുവാനും പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്മളെ മക്കളാക്കിയത് ദൈവത്തിന്റെ ഒരു ദാനമാണ്. ആ മക്കൾ എന്നുള്ള ആ അവകാശം നമ്മൾ ഒരിക്കലും നമ്മൾ അജ്ഞത മൂലം കൈവിട്ട് കളയരുത്. നമ്മളുടെ ഹൃദയ കാഠിന്യം കൊണ്ട് കൈവിട്ട് കളയരുത്. നമ്മൾ വഴിയെ പോയ ശിക്ഷയ്ക്ക് അർഹതയുള്ളവരായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വലിയ സ്നേഹത്താൽ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ഭവനത്തിലേക്ക് ദൈവം നമ്മളെ കൃപയാൽ, ദൈവത്തിന്റെ ദയയാൽ, ദൈവത്തിന്റെ അനുകമ്പയാൽ ദൈവം നമ്മളെ സ്വന്തമാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നിഷേധിക്കരുത് പ്രിയപ്പെട്ടവരെ. ഇതാണ് ജീവന്റെ പുസ്തകം, ഇതാണ് ജീവൻ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്ന വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലേക്ക് വരികയില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ വചനത്തിന് കൊടുക്കേണ്ട ആ പ്രാധാന്യം കൊടുക്കണം പ്രിയപ്പെട്ടു. ഇത് മാത്രമാണ് രക്ഷയിലേക്കുള്ള വഴി. അല്ലാതെ ഇതിന്റെ കൂടെ കൂട്ടിക്കെട്ടുവാനായിട്ട് പാരമ്പര്യമോ നിയമമോ ആചാരമോ അനുഷ്ഠാനമോ വേറെ ഒന്നിനും പറ്റുകയില്ല പ്രിയപ്പെട്ടു. കാരണം യേശു ക്രിസ്തു മാത്രമേ രക്ഷിക്കാൻ വേണ്ടി രക്തം ചിന്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം മനുഷ്യനിർമ്മിതമായതാണ്. എല്ലാം നിയമങ്ങളും പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം മനുഷ്യനിർമ്മിതമായ
സ്വന്തമായ ഇത് മാത്രമാണ് ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ദാനമായി തന്നത് നമ്മൾ സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ. ജീവൻ നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ടാണ് നമുക്കറിയാം Deuteronomy നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്താണ് വെച്ചിരിക്കുന്നത്? മരണവും ജീവനും, ശാപവും അനുഗ്രഹവും വെച്ചിരിക്കുക. ജീവൻ തെരഞ്ഞെടുക്കണമേ എന്നാണ്. ജീവൻ തെരഞ്ഞെടുക്കണം. ജീവനാകുന്ന യേശുവിനെ നിങ്ങൾ തെരഞ്ഞെടുക്കണമേ എന്ന് ഞാൻ പരിശുദ്ധാത്മാവ് വഴി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട. ഈ ദൈവവചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവനെ സ്വന്തമാക്കാം. കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവപുത്രനെ സ്വന്തമാക്കിയവന് ജീവൻ, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനിൽ. ഇതാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം പ്രിയപ്പെട്ടു. ഇത് സ്വന്തമാക്കണം.